എൻ്റെ ഇന്നലത്തെ ഒരു അനുഭവം, കുറേ അനുഭവങ്ങളുണ്ട്. അഞ്ചുകുന്ന് മദ്രസയിലേക്ക് ഒരു മുസ്ലിം സഹോദരൻ ചെന്നുകൊണ്ട് വലിയൊരു സംഖ്യ നൽകി തഹ്യീൽ ഭാഗമായിട്ടുണ്ട്. ജില്ലയിൽ ഇങ്ങനെ കാഴ്ചകൾ ഒരുപാടുണ്ട്. അതിലേറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചൂരൽമല മുണ്ടക്കൈ മഹല്ല് ഇപ്പം നിലവിലില്ല, മദ്രസയും നിലവിലില്ല. പക്ഷേ സമസ്തയുടെ ലിസ്റ്റിൽ മദ്രസയുണ്ട്. മുനവ്വറുൽ ഇസ്ലാം മദ്രസ മുണ്ടക്കയിലെ ലിസ്റ്റിൽ കാണാം. പക്ഷെ അവിടെ കുട്ടികൾ പഠിക്കുന്നില്ല, മദ്രസയില്ല, നാടില്ല. അവരൊക്കെ പല ഭാഗത്താണുള്ളത്. ഞാൻ ഇന്നലെ അവിടുത്തെ മഹല്ല് സെക്രട്ടറിയെ വിളിച്ചിട്ട്, നമ്മുടെ സമസ്ത ലിസ്റ്റിൽ നിങ്ങളെ മദ്രസ ഉണ്ടല്ലോ, മദ്രസ ഇല്ലെങ്കിലും പക്ഷെ ആ തഹ്യയിൽ ആപ്പിൽ നിങ്ങളുടെ പേര് ഒന്നും ഇല്ലാതെ കിടക്കില്ലെന്ന് ചോദിച്ചപ്പോൾ, അതുണ്ടാവാൻ പാടില്ല ഉസ്താദെ, ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞു 10,000 രൂപ ആ നിമിഷം അയച്ചു തന്നു. ആർദ്രമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ മുഴുവൻ വാർത്തയറിഞ്ഞ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ഹൃദയം നടുങ്ങിപ്പോയ ഒരു പ്രകൃതി ദുരന്തം നടന്ന ജില്ലയാണ് വയനാട്. അവിടെയുള്ള നമ്മുടെ മുനവ്വറുൽ ഇസ്ലാം മദ്രസ അന്ന് ആ ഒഴുക്കിൽ പെട്ടുപോയതാണ്. അവിടുത്തെ മദ്രസ ഇല്ലെങ്കിൽ പോലും നമ്മുടെ സമസ്തയുടെ രജിസ്റ്ററിൽ ആ മദ്രസ ഉണ്ട്. അവർ 10,000 രൂപ ആ മദ്രസയുടെ നാമധേയം തഹിയയിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം കൊണ്ട് നൽകി. എത്ര ചെറിയ സംഖ്യയാണെങ്കിൽ പോലും ആ ദുരന്തത്തിന്റെ മണ്ണിൽ നിന്ന് 10,000 ഇതിനോട് ചേർത്ത് വെച്ചു എന്നത് അഭിമാനത്തോടെ, സന്തോഷം